അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഫുറൂഉൽ ഫിഖ് എന്ന അനുഗ്രഹീത ഗ്രന്ഥത്തിലെ ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്ന ബഹുമാന്യ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ സൗം എന്ന അധ്യായത്തിൽ, മൂന്നാമത്തെ അധ്യായത്തിൽ അത് 4 കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ സായിം, സൗം എന്നീ വിഷയങ്ങളാണ് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇനി 2 കാര്യങ്ങൾ, വമുഫ്സിദുൻ ലഹു വമഫ്ഊലുൻ ഫീഹി, നോമ്പിനെ ഫസാദാക്കുന്ന കാര്യം, അതാണ് വമുഫ്സിദുൻ ലഹു, വമുഫ്സിദുൻ ലിസ്സൗം. പിന്നെ വമഫ്ഊലുൻ ഫീഹി എന്ന് പറഞ്ഞാൽ മഫ്ഊലുൻ ഫിസ്സൗം, നോമ്പിൽ പ്രാവർത്തികമാക്കപ്പെടുന്ന കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളുടെ തുടർ വിഷയം. ഗ്രന്ഥകാരൻ അൽ-അല്ലാമ യൂസുഫ് ഇബ്നുൽ ഹസൻ ഇബ്നു അബ്ദുൽ ഹാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വൽ മുഫ്സിദു, നോമ്പിനെ ഫസാദാക്കുന്ന കാര്യം, നോമ്പിനെ അസാധുവാക്കുന്ന, അപകടപ്പെടുത്തുന്ന കാര്യം അതെന്താണ്? കുല്ലു അഖ്ലിൻ ഔ ഇദ്ഖാലി ജൗഫിൻ മിൻ അയ്യി മൗദിഇൻ കാന മുതഅമ്മിദ വലൗ ഗൈറ മത്ഊമിൻ വജിമാഉൻ വദവാഇഹി വയൽസമു ബിൽ ജിമാഇ കഫാറ വഹജ്മുൻ ലഹുമാ. ഇതാണ് നോമ്പ് മുറിക്കുന്ന, ഫസാദാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം എഴുതിയത് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയത്. വൽ മുഫ്സിദ്, നോമ്പിനെ ഫസാദാക്കുന്ന കാര്യം, കുല്ലു അഖ്ലിൻ, എല്ലാ ഭക്ഷണവുമാകുന്നു. അപ്പോൾ ഭക്ഷണ പാനീയങ്ങൾ അത് നോമ്പിനെ നഷ്ടമാക്കും. ജാ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അകൽതു വശരിബ്തു നാസിയൻ, ഞാൻ മറന്നുകൊണ്ട് ഭക്ഷിച്ചു, പാനം ചെയ്തു. വ അനസായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്അമക അല്ലാഹ് വസഖാഖ്, അള്ളാഹു നിന്നെ ഭക്ഷിപ്പിച്ചു, കുടിപ്പിച്ചു. അവിടെ മറന്നുകൊണ്ട് ഭക്ഷിച്ചു എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം, ബോധപൂർവം ഭക്ഷിച്ചാൽ അത് നോമ്പിനെ നഷ്ടപ്പെടുത്തും എന്നത്. മൻ അകല നാസിയൻ വഹുവ സായിം ഫലിയുതിമ്മ സൗമഹു, നോമ്പുകാരനായിരിക്കെ മറന്നുകൊണ്ട് വല്ലവനും ഭക്ഷിച്ചാൽ അവൻ തൻ്റെ നോമ്പ് പൂർത്തീകരിക്കട്ടെ. ഫഇന്നമ തഅമഹുല്ലാഹ് വസഖാഹു, അള്ളാഹു അവനെ ഊട്ടിയിരിക്കുന്നു, കുടിപ്പിച്ചിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അവിടെ മൻ അകല നാസിയൻ, മറന്നുകൊണ്ട് ഭക്ഷിച്ചാൽ എന്നാണ്. അപ്പോൾ ബോധപൂർവ്വം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് നഷ്ടമാകും എന്നുള്ളത് നന്നേ വ്യക്തം. വേറെ പറഞ്ഞു, കുല്ലു അഖ്ലിൻ, എല്ലാ ഭക്ഷണവും. അപ്പം അത് ഏത് തരത്തിലുള്ള ഭക്ഷണമാണെങ്കിലും നോമ്പിനെ ഫസാദാക്കും എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഔ ഇദ്ഖാലി ജൗഫിൻ, ഉള്ളിൽ പ്രവേശിപ്പിക്കലും നോമ്പിനെ ഫസാദാക്കും. ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ ചെലുത്തും വിധം പ്രവേശിപ്പിക്കുക. മിൻ അയ്യി മൗദിഇൻ കാന, അത് ഏത് സ്ഥാനത്തിലൂടെയാകട്ടെ. ഉദരത്തിൽ പ്രവേശിപ്പിക്കൽ, ഉള്ളിൽ ചെലുത്തൽ, ആ ഉള്ളിൽ ചെലുത്തൽ ഏത് സ്ഥലത്തിലൂടെ ആകട്ടെ, മൂക്കിലൂടെയാകട്ടെ, അതേപോലെ ഇനി വയറിന് തൊളയിട്ട് അതിലൂടെയാകട്ടെ, ഇനി മനുഷ്യരുടെ പിൻദ്വാരങ്ങളിലൂടെയാകട്ടെ, ഏത് ഭാഗങ്ങളിലൂടെ ഉള്ളിൽ പ്രവേശിപ്പിക്കുകയായാലും അത് നോമ്പിനെ ഫസാദാക്കും. അതാണ് മിൻ അയ്യി മൗദിഇൻ കാൻ, ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നത് ഏത് സ്ഥലത്തിലൂടെയാണെങ്കിലും, മുതഅമ്മിദൻ, ബോധപൂർവം. അപ്പോൾ എല്ലാ ഭക്ഷണവും അതേപോലെ ഉള്ളിൽ ചെലുത്തലും ബോധപൂർവമായാൽ അത് നോമ്പിനെ ഫസാദാക്കും എന്നുള്ളതാണ്. വലൗ ഗൈറ മത്ഊമിൻ, ഈ ഉള്ളിൽ ചെലുത്തുന്നതും പ്രവേശിപ്പിക്കുന്നതും ഭക്ഷ്യ വസ്തു അല്ലെങ്കിലും, വലൗ ഗൈറ മത്ഊം, മത്ഊം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യവസ്തു, ഗൈറ മത്ഊം ഭക്ഷ്യവസ്തു അല്ലാത്തതാണെങ്കിലും ശരി. അപ്പോൾ ഗ്രന്ഥകാരൻ്റെ ഈ പ്രയോഗത്തിൽ ഒരാൾ ഭക്ഷ്യവസ്തു അല്ലാത്തൊരു സംഗതി, കടലാസ് തിന്നു, അത് ഭക്ഷ്യവസ്തുവല്ല, കല്ല് തിന്നു, അത് ഭക്ഷ്യവസ്തുവല്ല, ഇതൊക്കെയാണെങ്കിലും നോമ്പിനെ ഫസാദാക്കും എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. പിന്നെ നോമ്പിനെ മുറിക്കുന്നതിനെ ഗ്രന്ഥകാരൻ പറയുന്നു, വജിമാഉൻ, ജിമാ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം, സംയോഗം. വദവാഇഹി, സംയോഗത്തിനെ ക്ഷണിക്കുന്ന, സംയോഗത്തിലേക്ക് വിളിക്കുന്ന പ്രവണതകൾ, പ്രവൃത്തികൾ, രതിക്രീഡകൾ, അതാണ് ഉദ്ദേശം. അതും നോമ്പിനെ ഫസാദാക്കും എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു, വയൽസമു ബിൽ ജിമാഇ കഫാറത്തുൻ, വയൽസം ബിൽ ജിമാഇ, നോമ്പുകാരായിരിക്കെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ അതിനാൽ നിർബന്ധമാകും. വയൽസമു ബിൽ ജിമാഇ, ജിമാഅ് കൊണ്ട് ലാസിമാകും, നിർബന്ധമാകും. കഫാറ, കഫാറത്ത് നിർബന്ധമാകും. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം. വയൽസമു ബിൽ ജിമാഇ അൽ കഫാറ, എന്താണ് കഫാറ? കഫാറത്ത് വിശുദ്ധ റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ ആ പകലിൽ നോമ്പുകാരായിരിക്കെ ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ
അടിമയെ കണ്ടെത്തിയാൽ ആ അടിമയെ മോചിപ്പിക്കുക. അതിന് സാധിച്ചില്ല എങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പെടുക്കുക. അതിന് സാധിച്ചില്ല എങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക, അന്നം നൽകുക. ഇതാണ് പ്രായശ്ചിത്തം. ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഒരധ്യായത്തിന് പേര് വെച്ചത് ഇപ്രകാരമാണ്: ബാബു ഈജാബിൽ കഫാറ അലൽ മുജാമിഇ ഫിസ്സൗമി ഫി റമദാൻ. റമദാൻ മാസത്തിൽ നോമ്പുകാരനായിരിക്കെ ലൈംഗിക ബന്ധം നടത്തിയവൻ കഫാറത്ത് നിർബന്ധമാക്കുമെന്ന് പറയുന്ന അധ്യായം. ബിൽ ഇത്ഖി ഇദാ വജദഹു, അടിമയെ കണ്ടെത്തിയാൽ അടിമമോചനം. അവിസ്വിയാം ഇദാ ലം യജിദിൽ ഇത്ഖ്, അടിമമോചനത്തിന് അടിമയെ കണ്ടെത്തിയില്ല എങ്കിൽ നോമ്പെടുക്കൽ. അവിൽ ഇത്ആം ഇദാ ലം യസ്തതി സൗം, നോമ്പിന് സാധ്യമായില്ല എങ്കിൽ 60 മിസ്കീന്മാർക്ക് അന്നം നൽകൽ. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എന്നാണ്. അപ്പോൾ ഈ ഒരു ക്രമമായിരിക്കണം കഫാറത്തിന്, ഇതായിരിക്കണം കഫാറത്ത് എന്നറിയിക്കാനാണ് ഞാനിത് ഈ ഒരു ഭാഗം ഉണർത്തിയത്. ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത് വഹജ്മുല്ലഹുമ. ഹജ്മുൻ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് ഹിജാമയാണ്. ഹിജാമ കൊമ്പ് വെക്കൽ. വഹജ്മുൻ കൊമ്പ് വെക്കലും മുഫ്സിദാണ്, നോമ്പിനെ അസാധുവാക്കും. ലഹുമ അവർ ഇരുവർക്കും എന്ന് പറഞ്ഞാൽ കൊമ്പ് വെക്കുന്നവനും ആർക്ക് വേണ്ടിയാണോ കൊമ്പ് വെക്കുന്നത് അവനും കൊമ്പ് വെച്ച് നൽകുന്നവനും. കൊമ്പ് വെക്കൽ ചികിത്സയാണ് ഹിജാമ. അപ്പോൾ കൊമ്പ് വെക്കുന്നവനും ആർക്ക് വേണ്ടി കൊമ്പ് വെക്കുന്നു അവനും രണ്ടാളുടെയും നോമ്പ് നഷ്ടമാകും എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത്. ഈ വഹജ്മുൽ ലഹുമ എന്നുള്ള പ്രയോഗത്തിലൂടെ ഹിജാമ അത് ഹാജിം കൊമ്പ് വെക്കുന്നവൻ, വൽ മഹ്ജൂം ആർക്കാണോ കൊമ്പ് വെക്കുന്നത് അവൻ, രണ്ടാളുടെയും നോമ്പിനെ നഷ്ടമാക്കും. അതാണ് ഈ പ്രയോഗം വഹജ്മുൽ ലഹുമ എന്നുള്ളത് അറിയിക്കുന്നത്. മസാലകൾ ചിലതൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള മസാലകളാണ്. അതിൽപ്പെട്ടതാണ് ഈ ഹിജാമ, കൊമ്പ് വെക്കൽ നോമ്പിനെ നഷ്ടമാക്കുമോ ഇല്ലേ എന്നുള്ളത്. അഫ്തർ അൽ ഹാജിമു വൽ മഹ്ജൂം എന്നൊരു ഹദീസുണ്ട്. ഹാജിമും കൊമ്പ് വെക്കുന്നവൻ, മഹ്ജൂം ആർക്കാണോ കൊമ്പ് വെക്കുന്ന അവനും രണ്ടാളുടെയും നോമ്പ് നഷ്ടമായി എന്നറിയിക്കുന്ന ഹദീസ്. എന്നാൽ ഈ ഹദീസ് നസ്ഖ് ചെയ്യപ്പെട്ട് അതിൻ്റെ ഹുക്കുമിനെ ദുർബലപ്പെടുത്തിയിട്ട് ശേഷം നോമ്പുകാരന് കൊമ്പ് വെക്കൽ അനുവദനീയമാണ് എന്നറിയിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അർഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹിജാമത്തിൽ ഇസ്സായിം, നോമ്പുകാരന് ഹിജാമയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി ഇളവ് നൽകി. അതേപോലെ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജമ വഹുവ സായിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കെ കൊമ്പ് വെച്ചു എന്ന് ഒക്കെ അറിയിക്കുന്ന ഹദീസുകൾ പിൽക്കാലത്ത് തിരുമൊഴിയായി വന്ന ഇത്തരം ഹദീസുകൾ ഈ നോമ്പിനെ നഷ്ടമാക്കുമെന്ന ഹദീസിൻ്റെ ആ ഹുക്മിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഗ്രന്ഥകാരൻ വഹജ്മുൽ ലഹുമ എന്നത് പറഞ്ഞു, നോമ്പ് നഷ്ടമാക്കും കൊമ്പ് വെക്കൽ എന്നതാണ് ഗ്രന്ഥകാരൻ്റെ വീക്ഷണം. അതാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ വൽ മുഫ്സിദ്, നോമ്പിനെ ഫസാദാക്കുന്നത് എന്ന് പറഞ്ഞ് എണ്ണിയ കാര്യങ്ങളാണ് നമ്മൾ വായിച്ച് അതിൻ്റെ അർത്ഥം ഏതാനും അനുബന്ധത്തോടൊപ്പം ഉണർത്തിയത്. ഇനി ഗ്രന്ഥകാരൻ പറയുന്നത് വൽ മഫ്ഊലു ഫീഹി. വൽ മഫ്ഊലു ഫീഹി എന്ന് പറഞ്ഞാൽ നോമ്പിൽ പ്രാവർത്തികമാക്കപ്പെടുന്നത്. അത് അനുവദനീയമായതുണ്ട്, വെറുക്കപ്പെട്ടതുണ്ട്, നിഷിദ്ധമാക്കപ്പെട്ടതുണ്ട്, പിന്നെ പ്രതിഫലാർഹമായ കാര്യങ്ങളുമുണ്ട്. ഗ്രന്ഥകാരൻ പറയുന്നു വൽ മഫ്ഊലു ഫീഹി മുസ്തഹബ്ബുൻ, മുസ്തഹബ്ബായവയുണ്ട്. നോമ്പിൽ പ്രാവർത്തികമാക്കപ്പെടുന്നതിൽ മുസ്തഹബ്ബായവ, പ്രതിഫലാർഹമായ പുണ്യങ്ങൾ. കൽ ഇഷ്തിഗാലി ബിത്താഅ, താഅത്തിൽ വ്യാപൃതമാകുന്നത് പോലെ. താഅത്തിൽ വ്യാപൃതമാകുക എന്ന് പറഞ്ഞാൽ ഇപ്പം നോമ്പെടുത്തിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, നോമ്പെടുത്തിട്ട് ദാനധർമ്മങ്ങൾ നിർവഹിക്കുക, നോമ്പുകാരനായിരിക്കെ പുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈറിൽ മത്സരിക്കുമായിരുന്നതാണ്. ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നന്മകളുമാണ്. ഖുർആൻ പാരായണമാകട്ടെ, പഠിപ്പിക്കലാകട്ടെ, പഠനമാകട്ടെ, അതേപോലെ ദിക്ർ, ദുആവുകൾ പോലുള്ള സദഖകൾ പോലുള്ള താഴത്തുകൾ, വഴിപ്പെടൽ, പുണ്യങ്ങൾ, അതിൽ വ്യാപൃതമാവുക. അത് നോമ്പിൽ പ്രാവർത്തികമാക്കപ്പെടുന്ന മുസ്തഹബായ കാര്യമാണ്. മുസ്തഹബുൻ, പ്രതിഫലാർഹമായ കാര്യങ്ങളാണ്. ഇമാം ഇബ്നു ഖുസൈമ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴി നൽകി ഒരധ്യായം ഇപ്രകാരമാണ് നൽകിയത്: ബാബു ഇസ്തിഹ്ബാബിൽ ജൂദി ബിൽ ഖൈർ വൽ അതായ ഫി ഷഹ്രി റമദാൻ ഇലൻസിലാഖിഹി ഇസ്തിനാനം ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഹ്ബാബുൽ ജൂദ് ബിൽ ഖൈർ, നന്മ കൊണ്ടുള്ള ഔദാര്യം, അത് പ്രതിഫലാർഹമാണെന്ന് പറയുന്ന അധ്യായം. ബാബു ഇസ്തിഹ്ബാബി അൽ ജൂദി ബിൽ ഖൈർ വൽ അതായ, ഖൈറും അതായ എന്ന് പറഞ്ഞ ഔദാര്യങ്ങൾ, നന്മ കൊണ്ടുള്ള ഔദാര്യം, അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ കൊണ്ടുള്ള ഔദാര്യം, അത് പ്രതിഫലാർഹമാണെന്ന് പ്രതിപാദിക്കുന്ന അധ്യായം. അപ്പോൾ ഫി ഷഹ്രി റമദാൻ, റമദാൻ മാസത്തിൽ, ഇലൻ സിലാഖിഹി, റമദാൻ അവസാനിക്കുന്നത് വരേക്കും.
ഇസ്തിനാനം ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട് അനുധാവനം ചെയ്തുകൊണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത? നമ്മൾ പലപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന കേൾക്കുന്ന ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് വകാന അജ്വദ മാ യകൂനു ഫീ റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ ഫയുദാരിസുഹുൽ ഖുർആൻ ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യൽഖാഹു ജിബ്രീൽ അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരീഹുൽ മുർസല എന്നാൽ അയക്കപ്പെട്ട കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔദാര്യത്തിലുള്ള ധൃതിയെയാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമദാൻ മാസത്തിൽ ജിബ്രീലിനെ കണ്ടുമുട്ടുന്ന അവസരത്തിൽ വലിയ ഔദാര്യവാനായിരുന്നു എന്നുള്ളതാണ് ഈ തിരുമൊഴി അറിയിക്കുന്നത്. ഒപ്പം ഖുർആൻ പഠനം, അതേപോലെ തന്നെ ഔദാര്യം, ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസത്തിൽ പ്രയോഗവൽക്കരിച്ചതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഈ ഹദീസിൽ ഉള്ളത്. ഏതായാലും ഗ്രന്ഥകാരൻ പറയുന്നു, നോമ്പിൽ മുസ്തഹബുൻ കൽ ഇഷ്തിഗാലി ബിത്വാഅ, പിന്നെ വ മുബാഹുൻ, നോമ്പിൽ മുബാഹ് അനുവദനീയമായ കാര്യങ്ങളുണ്ട്. കതആതി അൽ മുബാഹാത്ത്, മുബാഹായ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കുന്നത് പോലെ മുബാഹായ കാര്യങ്ങൾ അതിൽ ഇടപഴകുക, അത് അനുവദനീയമായത് പ്രാവർത്തികമാക്കുക, അതെത്രയാണോ അനുവദനീയമായത് അത്രയും ചെയ്യുക. അതാണ് തആത്തി എന്നുള്ള പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേകത. ജനാപത്തുകാരന് അനുവദനീയമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് കുളിക്കുക. ജനാപത്തിൽ നിന്നുള്ള കുളിയാകട്ടെ വെള്ളിയാഴ്ച കുളി, പിന്നെ അത് പ്രതിഫലാർഹമാണ്. ഈ ചൂടുള്ളപ്പോൾ തണുപ്പേൽക്കാൻ വേണ്ടിയിട്ട് കുളിക്കുക, തലയിൽ ചൂടുണ്ടപ്പോൾ വെള്ളം പാരുക, വെള്ളത്തിൽ മുങ്ങുക, ഇതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയാണ്, ലഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അർജി യസുബ്ബു അലാ റഅസിൽ മാ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർജിൽ വെച്ച്, അർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ മദീനയോട് അടുത്തുള്ള മക്കയിലേക്കുള്ള മാർഗേണ ഒരു സ്ഥലമാണ്, ഏറ്റവും പ്രയാസപ്പെട്ട ഒരു നടവഴിയാണ് അർജ്. അവിടെ വെച്ച് തൻ്റെ തലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം ചൊരിയുന്നത് ഞാൻ കണ്ടു. വഹുവ സായിം, നോമ്പുകാരനായിരിക്കെ, മിനൽ അത്ഷ്, ദാഹം കാരണത്താൽ, ഔ മിനൽ ഹർ, അല്ലെങ്കിൽ ചൂട് കാരണത്താൽ തലയിൽ വെള്ളം കോരിപ്പാർന്നു എന്നാണ് അർജിൽ വെച്ച്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനായിരിക്കെ ഒരു വസ്ത്രം നനച്ച് തൻ്റെ മേത്തിട്ടു എന്നാണ്. ഇതേപോലെ ധാരാളം അസറുകൾ കാണാൻ സാധിക്കും. വായിൽ വെള്ളം കൊണ്ട് ചുഴറ്റി തുപ്പുക, മിസ്വാക്ക് ചെയ്യുക തുടങ്ങി, പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയുള്ള അനുവദനീയമായ കാര്യങ്ങൾ അത് പ്രയോഗിക്കുന്നതിൽ നോമ്പുകാരന് ഇളവുണ്ട്. അതാണ് ഇവിടെ ഗ്രന്ഥകാരന് പറയുന്നത്. നോമ്പിൽ പ്രാവർത്തികമാക്കപ്പെടുന്ന വിഷയങ്ങളിൽ മുബാഹുണ്ട് എന്ന് പറയുമ്പോൾ, പിന്നെ നോമ്പിൽ പ്രാവർത്തികമാക്കപ്പെടുന്നതിൽ ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത് വമക്റൂഹുൻ കദൗഖി തആമിൻ വമദ്ഗി ഇൽഖിൻ ലാ യതഹല്ലൽ വഖുബ്ലത്തിൻ വനഹ്വി ദാലിക്. വമക്റൂഹുൻ, കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്, ചെയ്താൽ ആക്ഷേപാർഹമാണ്, എന്നാൽ നിഷിദ്ധമല്ല, കുറ്റവുമില്ല, അതാണ് മക്റൂഹ്. അങ്ങനത്തെ കാര്യങ്ങളുമുണ്ട് നോമ്പിൽ പ്രാവർത്തികമാക്കപ്പെടുന്നതിൽ. എന്നിട്ട് അദ്ദേഹം ഉദാഹരിക്കുന്നത് കദൗഖി തആമിൻ, ഭക്ഷണം രുചിക്കുന്നത് പോലെ, വമദ്ഗി ഇൽഖിൻ, ഇൽക്ക് ചവക്കുന്നത് പോലെ. ഇൽക്ക് എന്ന് പറഞ്ഞെങ്കിൽ ചുയിങ്കം ഉണ്ടല്ലോ, പക്ഷേ ചുയിങ്കം ലാ യതഹല്ലൽ, തഹല്ലുലാകാതെയുള്ള ചുയിങ്കം. ഇപ്പം നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സ്വീറ്റ്സ് ഉള്ള ചുയിങ്കല്ല ഇവിടെ ഉദ്ദേശം. അത് നോമ്പിനെ നഷ്ടാക്കും. കാരണം അതിൽ മധുരവും ദ്രവ്യവും നമ്മുടെ ഉള്ളിലേക്ക്, ഉദരത്തിലേക്ക് ചെലുത്തും വിധമുള്ള ഇൽക്കാണ്. എന്നാൽ ഇപ്പോൾ കേവലം ഒരു പ്ലാസ്റ്റിക് കട്ട പോലെ അത് ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല, അത് ചവക്കുന്നു. ഇപ്പോൾ ബലൂൺ അത് ചവച്ചാൽ എങ്ങനെയിരിക്കും? അത് നമ്മൾ ചുയിങ്കം മുട്ടായി ചവക്കുന്നത് പോലെയല്ല. ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് വമദ്ഗി ഇൽക്കിൻ ലാ യതഹല്ലൽ, തഹല്ലുലാകാത്ത ഇൽക്ക്, അത് ചവച്ചരക്കുന്നത്. നോമ്പുകാരനായിരിക്കും ഒരാളൊരു ബലൂൺ അത് വായിലിട്ട് ചവച്ചു, അത് മക്രൂഹാണ്, വെറുക്കപ്പെട്ടതാണ്. പക്ഷെ അതിനാൽ ഒരു ചുയിങ്കം മുട്ടായി ചവച്ചരക്കുന്നത് പോലെ നോമ്പിനെ നഷ്ടമാക്കുകയില്ല എന്നാണ് ഇവിടെ ഈ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. വഖുബ്ലത്തിൻ, കുബുലത്തും, കുബുലത്ത് എന്ന് പറഞ്ഞാൽ ചുംബനം. അപ്പോൾ ഭാര്യയെ ചുംബിക്കൽ നോമ്പുകാരനായിരിക്കെ മക്രൂഹ് എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. വനഹ്വി ദാലിക്, ഇതുപോലെയുള്ള കാര്യങ്ങൾ, നോമ്പിൽ മക്രൂഹായ വെറുക്കപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങൾ. ഇവിടെ ഭക്ഷണം ദൗഖ് ചെയ്യുക, രുചിച്ചു നോക്കുക എന്നുള്ളത് മക്രൂഹിലാണ് എണ്ണിയിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വദൗഖു തആം യുക്റഹു ലിഗൈരി ഹാജ, അനാവശ്യമായിട്ട് ഭക്ഷണം ദൗഖ് ചെയ്യൽ, രുചിക്കൽ കറാഹത്താക്കപ്പെടും. ലാക്കിൻ ലാ യുഫത്തറുഹു, പക്ഷെ അത് നോമ്പിനെ നഷ്ടമാക്കുകയില്ല. വഅമ്മലിൽ ഹാജ, എന്നാൽ ആവശ്യത്തിനാണ് എങ്കിൽ
ഫഹുവ കൽ മദ്മദ, ഭക്ഷണം രുചിക്കൽ വായിൽ വെള്ളം ചുഴറ്റി തുപ്പുന്നത് പോലെയാണ്. നോമ്പുകാരൻ വായിൽ വെള്ളം ചുഴറ്റി തുപ്പിയിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയില്ല. അതേപോലെയാണ് ആവശ്യത്തിന് വേണ്ടിയാണ് ഭക്ഷണം രുചിക്കുന്നത് എങ്കിൽ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലാ ബഅസ അൻ യദൂഖ തഅം, ഭക്ഷണം രുചിക്കുന്നതിൽ കുഴപ്പമില്ല. അൽ ഖല്ല വ ശൈഅ യുരീദു ശിറാഅഹു, ഒരാൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സുർക്കയും മറ്റൊക്കെ അത് ടേസ്റ്റ് നോക്കുന്നത്, രുചിച്ച് നോക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ ആവശ്യമാണ് എങ്കിൽ ആവാം, ആവശ്യമല്ല എങ്കിൽ ഈ രുചിച്ച് നോക്കുന്നത് കറാഹത്താണ് എന്നാണ് പണ്ഡിതന്മാരുടെ പക്ഷം. ഗ്രന്ഥകാരൻ ഇവിടെ അത് കദൗഖി തആമിൻ, മൊത്തത്തിൽ ഭക്ഷണം രുചിക്കുന്നത് മക്രൂഹ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഗ്രന്ഥകാരൻ നോമ്പിൽ പ്രാവർത്തികമാക്കപ്പെടുന്ന വിഷയങ്ങളിൽ പറയുന്നത് മുഹറമുൻ, ഹറാമാക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. നോമ്പിൽ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളുണ്ട് ആളുകൾ ചെയ്യുന്ന. അതെന്താണ്? കഗീബത്തിൻ വനഹ്വിഹ, ഗീബത്ത് പോലെ പരദൂഷണം പറയുക, വനഹ്വി അതുപോലുള്ള ഏഷണി, കളവ് പോലുള്ളതൊക്കെ, അതൊക്കെ മുഹറമുൻ, ഹറാമായ കാര്യങ്ങളാണ്. നോമ്പിൽ ആളുകൾ പ്രവർത്തിക്കപ്പെടുന്ന ഹറാമിൽപ്പെട്ടതാണ്. വലയഖ്ദി, പക്ഷേ ഈ ഗീബത്ത് പറഞ്ഞു, പരദൂഷണം പറഞ്ഞു, ഏഷണി പറഞ്ഞു, കളവ് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ വലയഖ്ദി, ആ ദിവസത്തെ നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. നോമ്പ് ഖളാ വീട്ടില്ല. പറഞ്ഞ ഗീബത്ത് ഹറാമാണ്, നമീമത്ത് ഹറാമാണ്, പക്ഷേ വലയഖ്ദി, നോമ്പ് ഖളാ വീട്ടേണ്ടതില്ല. ഇതാണ് പിന്നെ അവിടെ ആവശ്യത്തിൽ ഗ്രന്ഥകാരൻ പറയുന്നത്. പിന്നീട് ഗ്രന്ഥകാരൻ വയുസന്നുൽ ഇഅ്തികാഫു ഫി കുല്ലി സൗമിൻ ബിമസ്ജിദിൻ ലിൽ ഇഷ്തിഗാലി ബിത്താഅ ലാ ഗൈരിഹ വയുഫ്സിദുഹു മാ യുഫ്സിദു സൗം, ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഉണർത്തുന്നത്. അദ്ദേഹം പറയുന്നു വയുസന്നു, സുന്നത്താക്കപ്പെടും, അൽ ഇഅ്തികാഫ്, ഇഅ്തികാഫ് ഇരിക്കൽ, ഫി കുല്ലി സൗമിൻ, എല്ലാ നോമ്പിലും, ബിമസ്ജിദിൻ, പള്ളിയിൽ. എന്തിനാണ് ഇഅ്തികാഫ്? ലിൽ ഇഷ്തിഗാലി ബിത്താഅ, പുണ്യത്തിൽ വ്യാപൃതനാകാനാണ്. ലാ ഗൈരിഹ, അതല്ലാത്ത കാര്യങ്ങൾക്കല്ല, പുണ്യപ്രവൃത്തികളിൽ വ്യാപൃതനാകാൻ. ദിക്ർ, ദുആ, വിശുദ്ധ ഖുർആൻ പാരായണം, അള്ളാഹുവിനോടുള്ള മുനാജാത്ത്, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യാപൃതമാകാൻ പള്ളികളിൽ എല്ലാ നോമ്പിലും ഇഅ്തികാഫ് സുന്നത്താക്കപ്പെടും. ലാ ഗൈരിഹ, അതല്ലാത്ത ഈ പുണ്യപ്രവൃത്തികൾക്കല്ലാത്ത നാടൻ വർത്തമാനങ്ങൾക്ക്, ബടായികൾക്ക്, ആളുകൾ തമ്മിലുള്ള അന്യോന്യം ഉള്ള സ്വറപറച്ചിലുകൾക്ക്, ഇതിനൊന്നുമല്ല ഇഅ്തികാഫ് എന്നാണ് അദ്ദേഹം ഗ്രന്ഥകാരൻ പറയുന്നത്. ഇഅ്തികാഫ് ചടഞ്ഞിരിക്കുന്നതിനെയാണ്, പൂണ്ടുകൂടുന്നതിനെയാണ് അറിയിക്കുന്നത്. നിയ്യത്തോട് കൂടിയിട്ട് പള്ളികളിൽ പ്രത്യേക രീതിയിൽ താമസിക്കുന്നതിനും ഒതുങ്ങിക്കൂടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കുമായിരുന്നു. തിരുനബി വഫാത്തായ ദിവസം വർഷം 20 ദിവസം ഇഅ്തികാഫ് ഇരിക്കുകയുണ്ടായി. പള്ളികളിലാണ് ഇഅ്തികാഫ് ഇരിക്കേണ്ടത്. അൻതും ആകിഫൂന ഫിൽ മസാജിദ്, പള്ളികളിൽ നിങ്ങൾ ഇഅ്തികാഫ് ഇരിക്കുന്നവരായിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. ഗ്രന്ഥകാരൻ തുടർന്ന് പറയുന്നത് വയുഫ്സിദുഹു മാ യുഫ്സിദു സൗം, വയുഫ്സിദുഹു, അതിനെ അസാധുവാക്കും, മാ യുഫ്സിദു സൗം, നോമ്പിനെ അസാധുവാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫിനെ അസാധുവാക്കും, മാ യുഫ്സിദു സൗം, നോമ്പിനെ അസാധുവാക്കുന്നത്. അപ്പോൾ നോമ്പിനെ അസാധുവാക്കുന്നത് എന്തുണ്ടോ അതൊക്കെ ഇഅ്തികാഫിനെയും അസാധുവാക്കും എന്നാണ് ഇവിടെ ഗ്രന്ഥകാരൻ്റെ ശൈലി, ഗ്രന്ഥകാരൻ്റെ പ്രയോഗം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം, ഇദാ ജാമഅ അൽ മുഅ്തകിഫു ബതല ഇഅ്തികാഫുഹു വസ്തഅനഫ്. മുഅ്തകിഫ് എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫ് ഇരിക്കുന്നവൻ തൻ്റെ ഭാര്യയെ ലൈംഗികമായി പ്രാപിച്ചാൽ അയാളുടെ ഇഅ്തികാഫ് അസാധുവായി എന്നാണ് ഇദാ ജാമഅ അൽ മുഅ്തകിഫു ബതല ഇഅ്തികാഫുഹു എന്ന് പറഞ്ഞത്. വസ്തഅനഫ്, അവൻ വീണ്ടും ഇഅ്തികാഫിനെ പുനരാരംഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോമ്പിനെ മുറിക്കുന്ന കാര്യങ്ങൾ ഇഅ്തികാഫിനെയും ഹനിക്കും എന്ന് ഗ്രന്ഥകാരൻ പറഞ്ഞു. ഏതായാലും ഇഅ്തികാഫ് നോമ്പുകാരന് വലിയ പുണ്യമാണ്, നിർബന്ധ ബാധ്യത അല്ലെങ്കിലും. ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, വൽ ഇഅ്തികാഫു ലൈസ ബിവാജിബിൻ ഇജ്മാഅൻ ഇല്ല അലാ മൻ നദറഹു, വൽ ഇഅ്തികാഫ് ലൈസ ബിവാജിബിൻ ഇജ്മാഅൻ. പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായ പ്രകാരം ഇഅ്തികാഫ് വാജിബല്ല, ഇല്ല അലാ മൻ നദറഹു, നേർച്ചയാക്കിയവനൊഴികെ. ഒരാൾ നേർച്ചയാക്കിയാൽ നിർബന്ധമാകും, അതില്ല എങ്കിൽ നിർബന്ധമല്ല. ഇബ്നുൽ മുൻസിർ അദ്ദേഹത്തിന് അൽ ഇജ്മാഉൽ പറഞ്ഞു, വഅജ്മഉ അലാ അന്നൽ ഇഅ്തികാഫ് ലാ യജിബു അലൻ നാസി ഫർദൻ ഇല്ല അൻ യുജിബഹു അൽ മർഉ അലാ നഫ്സിഹി ഫയജിബു അലൈഹി. ഇഅ്തികാഫ് ജനങ്ങളുടെ മേൽ നിർബന്ധമല്ല എന്നതിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. എന്നാൽ ഒരാൾ ഇഅ്തികാഫ് തൻ്റെ മേൽ നിർബന്ധമാക്കിയാൽ നിർബന്ധമാകും എന്ന് പറഞ്ഞാൽ നേർച്ച നേർന്നാൽ നിർബന്ധമാക്കലാണ്, അപ്പോൾ ആ നേർച്ച വീട്ടൽ നിർബന്ധമാണ് എന്നാണ്. ഇവിടെ ഗ്രന്ഥകാരൻ
ഈ അസൗം എന്ന് പറയുന്ന അധ്യായം അതിനെ ഈ ഒരു പ്രയോഗത്തിൽ അവസാനിപ്പിച്ചു. വയുസന്നുൽ ഇഅ്തികാഫു ഫി കുല്ലി സൗമിൻ ബിമസ്ജിദിൻ ലിൽ ഇശ്തിഗാലി ബിത്താഅതി ലാ ഗൈരിഹ വയുഫ്സിദുഹു മാ യുഫ്സിദു സൗം. ഇനി അടുത്തത് ഹജ്ജാണ് ഗ്രന്ഥകാരൻ തുടർന്ന് ഇതിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഹജ്ജിൻ്റെ വിഷയം തുടർന്ന് പഠിക്കാം. ഗ്രന്ഥകാരനെ നമുക്ക് വായിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ നമുക്കെല്ലാം ഫിഖ്ഹ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.